ഇപ്പം അഭിനയിക്കാനൊരു നല്ല ഒരു വേദി കിട്ടി, അമ്മ അറിയാതെ അല്ലേ? അപ്പൊ അതിനകത്ത് തിളങ്ങി നിൽക്കുന്നു. പിന്നെ അത്യാവശ്യം അധ്യാപന രംഗം, പാടുമെന്ന് പറഞ്ഞു. എന്താവാനാണ് ആഗ്രഹം? എനിക്ക് ശരിക്കും ഒരു നടൻ എന്നറിയപ്പെടാൻ ആഗ്രഹം. നടനല്ലേ? അതെ, അല്ല അതായിരുന്നു ആഗ്രഹം. എങ്കിലും ഇപ്പൊ ചെയ്യുമ്പോഴും എനിക്ക് ഇനിയും വേഷങ്ങൾ ചെയ്യണം എന്നൊരു ആഗ്രഹം. അതൊരു അത്യാഗ്രഹമാണ്, വേറൊരു ആഗ്രഹമില്ല. അതായത് പഠിപ്പിക്കൽ, അധ്യാപനം തുടരാൻ. എന്താണ് സബ്ജക്ട്? ഇംഗ്ലീഷ്. ഓ റൈറ്റ്. എവിടെ ക്ലാസ് എടുക്കും? മുസ്ലിയാർ കോളേജ് ഓഫ് ആർട്സ് പത്തനംതിട്ട. അവിടെ ഉദ്യോഗസ്ഥനാണ്? അല്ല, നിലവിൽ ഇപ്പം ലീവിലാണ്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് പോവായിരുന്നു. ഏതാ ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ടബിൾ സോണായിട്ട് തോന്നുന്നത്? അഭിനയിക്കുമ്പോൾ നമുക്കൊരു ജോബ് ചെയ്യുവാണെന്നുള്ളൊരു ഫീല് വരുന്നില്ല. അപ്പൊ അത് അത്രത്തോളം ഒരു. എങ്ങനെയാണ് ഈ അഭിനയ രംഗത്തോട്ട് വന്നത്? ഞാൻ 2ാം ക്ലാസ് തൊട്ട് നാടകങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ അതിങ്ങനെ എനിക്ക് പറഞ്ഞല്ലോ, പെർഫോം ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാ ഒരു മടിയുണ്ട്. ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു വ്യക്തിയുമായിരുന്നു. അമ്മ അറിയാതെ എന്ന സീരിയലിലോട്ടുള്ള രംഗപ്രവേശം എങ്ങനെയാണ്? ഇത് എന്റെ അമ്മ അറിയാതെ എന്ന് പറയുന്നത് 3ാമത്തെ സീരിയലാണ്. ഓ, ആദ്യം ഏതാ? ഭ്രമണം. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഭ്രമണം. അപ്പം അതിൽ കാസ്റ്റിംഗ് കോള് കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം സാബു വർഗീസ് എന്ന് പറഞ്ഞൊരു ആക്ടർ, ഒരു പണ്ട് വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത്, അപ്പം അദ്ദേഹമാണ് എൻ്റെ ഫോട്ടോസ് കണ്ട് നേരെ അത് ഡയറക്ടറിന്റെ കയ്യിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അതെ, തീർച്ചയായും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ചെല്ലപ്പിള്ളയല്ലേ വീട്ടില്? അത്ര ചെല്ലപ്പിള്ളയല്ല, എന്നാലും ഫോർച്ചുനേറ്റ്ലി വിവാഹിതനല്ലല്ലോ. അല്ല, പെട്ടെന്നൊരു കല്യാണം അമേരിക്കയിൽ നിന്ന് വന്നെന്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്കിലും വിട്ടുപോകാൻ മടിയാണ്. കാരണം നാട്ടിൽ നിന്നല്ലേ കുറച്ചുകൂടെ. ഈ മലയാളിയാണ്. ഓക്കെ, പക്ഷെ എങ്കിലും ഓക്കെ, കല്യാണം കഴിക്കുന്നതിന് പ്രശ്നമില്ല. എങ്കിലും ഈ ആക്ടിങ് ചാൻസസ് ചിലപ്പോൾ ഒന്ന് നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം ചുരുക്കി പറഞ്ഞാൽ ആക്ടിങ്. അതെ. ഈ അമ്മ അറിയാതെ സീരിയൽ ഇപ്പം പോപ്പുലറാണ്. അതിനകത്ത് എന്ത് ടൈപ്പ് ഓഫ് റോളാണ്? ഞാൻ ചെയ്ത 3 ക്യാരക്ടേഴ്സും വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, ബേസിക് ആയിട്ട്. പിന്നെ എനിക്കൊന്ന് കുറച്ചുകൂടെ പാവം പിടിച്ചൊരു വില്ലൻ കഥാപാത്രം ചെയ്യണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അറിയില്ല, പലരും പറയുന്നത് നിന്റെ ഫേസിനനുസരിച്ച് ചേരത്തില്ല. പക്ഷെ എന്നാലും സൈക്കോ വില്ലനായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പഴയ ഡയറക്ടേഴ്സ് എല്ലാം, അതായത് ഭരതൻ, പത്മരാജൻ ചേട്ടന്, അപ്പോൾ അവര് കഥയൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഞാൻ കൂടെ പോയി ഇരിക്കാറുണ്ട്. പക്ഷെ പപ്പേട്ടൻ എഴുതുമ്പോഴത്തേക്ക് ഒരു മുറിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞ് ഇറങ്ങും. ഇവരൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഒരു ക്യാരക്ടർ, ചെല്ലപ്പനാശാരി എന്നൊരു ക്യാരക്ടർ അവരവർ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചെല്ലപ്പനാശാരിയെ ഭരതേട്ടൻ തന്നെ വരയ്ക്കും. ഈ ക്യാരക്ടറിനെ കൊണ്ടുവരും. സജിനെ കൊണ്ടുവന്നിട്ട് കുറേ സംസാരിച്ച് കുറേ ദിവസങ്ങൾ അങ്ങനെ കഥയെക്കുറിച്ചും സംസാരിച്ചൊക്കെ പോവും. പിന്നെ ഭരതേട്ടൻ എഴുതുന്നത് നിങ്ങളുടെ സ്ലാങ്ങും നിങ്ങളുടെ ബോഡി ലാംഗ്വേജും വെച്ചിട്ടാണ് എഴുതുന്നത്. പറഞ്ഞുകൊണ്ട് വന്നേ, ഒരു സൈക്കോ ഇതാണ് അഭിനയിക്കാൻ ആഗ്രഹമെങ്കിൽ ഒരു ഡയറക്ടർ നിങ്ങളെ കുറച്ച് ദിവസം കൂടെ നടത്തിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചേഷ്ടകളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് മാക്സിമം എന്ത് ഔട്ട്പുട്ട് വരുമോ ആ ലെവലിലുള്ള സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഹിറ്റാണ്. ഈ അധ്യാപകനായിരുന്നെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ അധ്യാപകനിലോട്ട് പോയത്? +2 കഴിഞ്ഞിട്ട് ശരിക്കും ഒരു ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹം. അവിടുന്ന് ഈ ആഗ്രഹം ആദ്യം തന്നെ ആ ഒരു ആൻസർ വന്ന് കുഴപ്പമായെന്ന് തോന്നുന്നു. ഡോക്ടർ ആയിരുന്നു ആഗ്രഹം. പക്ഷേ പറഞ്ഞല്ലോ, ഒരു സാഹചര്യങ്ങളൊന്നും അതിന് അനുവദിച്ചിരുന്നില്ല. ചിലപ്പം സാമ്പത്തികവും എല്ലാം കൂടി ഒരു ഘടകമായിട്ട് വന്നപ്പോൾ അത് നടന്നില്ല. പിന്നീട് ഞാൻ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി, വെറുതെ കടത്തിലാക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ സേഫ് സോണിലേക്ക് അങ്ങ് മാറി. ആദ്യം ഞാൻ ചോദിച്ചു പാടാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ട്രെയിനിലല്ല അങ്ങനെ. അപ്പൊ എന്തായാലും ആ ആഗ്രഹം എത്രത്തോളം സജിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? പാട്ട്, എൻ്റെ ശബ്ദം എനിക്ക് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല. ബാക്കിയുള്ള എനിക്കറിയില്ല, എനിക്ക് ജസ്റ്റ് പാടും. അതൊരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. പക്ഷെ അത് ആർക്കും എന്തായാലും നമുക്ക് കേൾക്കാം. ഇഷ്ടമുള്ള ഒരു പാട്ട്, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഇത് ഞാൻ പാടുന്ന പാട്ട് ചേട്ടന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂഞ്ചോല എന്തോ തിരഞ്ഞു, ആരെയോ തേടി പിടഞ്ഞു, കാറ്റുമൊരുപാടു നാളായലഞ്ഞു, പൂന്തെന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു, കദരങ്ങളിൽ തുണയാകുവാൻ വെറുതെ ഒരുങ്ങുന്ന മൗനം എങ്ങോ പുള്ളോർക്കുടം പോലെ വിങ്ങി, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി,
മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്നോ പുള്ളോർക്കുടം പോലെ തേങ്ങി. ഗുഡ് ഗുഡ്. സജിൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ, സജിൻ എവിടെങ്കിലും രക്ഷപ്പെടും. തിയേറ്റർ എക്സ്പീരിയൻസ് അതെങ്ങനെയാണ്? ഷേക്സ്പിയർ മാക്ബത്ത് ചെയ്തിരുന്നു. അപ്പോൾ അതും കോളേജിൽ വെച്ചിട്ടാണ്. പക്ഷെ അതിന് മുന്നേ 2ാം ക്ലാസ് തൊട്ടാണ് ഒരു സ്കിറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് ജെറിൻ സാം എന്ന് പറഞ്ഞൊരു എൻ്റെ നാട്ടുകാരൻ തന്നെയാണ്. പുള്ളി മുതലാളിയായിട്ടും ഞാൻ വേലക്കാരനായിട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ മുതലാളിയുടെ ഇങ്ങനെ ഞാനൊരു എന്താ പറയുക, ശുപ്പാണ്ടി അല്ലെങ്കിൽ മണ്ടൻ ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഏറ്റവും ഫസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ആ സമയത്ത് മുതലാളി അടി കിട്ടുന്ന സീനുണ്ട്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തോട്ട് അവിടെ ഒരു സ്റ്റിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഒരു ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. അതായത് എന്താ എക്സ്പ്രഷൻ ഇടുന്ന ആ സമയത്ത് അറിയത്തില്ല, ചുമ്മാതെ ഒരു തമാശയായിട്ടാണ് അന്ന് കണ്ടത്. പിന്നെ ഓരോ കുറച്ചുകൂടെ ഇതിൽ നിന്ന് എന്തോ ഒരു സംതിങ്, എന്തോ ഒരു എനർജി, ഇല്ലെങ്കിൽ ഒരു പ്രത്യേക അനുഭവം, നമുക്കൊരു പറഞ്ഞൊരു തൃപ്തി കിട്ടിയത്. അപ്പോൾ പിന്നീട് ഓരോ നാടകങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇടയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ ഓരോ ചുമ്മാതെ ഇങ്ങനെ എന്തെങ്കിലും ഡയലോഗൊക്കെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചുമ്മാതെ പ്രാക്ടീസ് ചെയ്യുകയോ. പിന്നെ കൂടുതൽ എനിക്കൊന്ന് നാടകങ്ങൾ ഒരുപാട്, എനിക്കൊരു 16-17 നാടകങ്ങളോളം ഡിഗ്രി, അതായത് ഈ സീരിയലിൽ കയറുന്നതിന് തൊട്ട് മുന്നത്തെ മാസം വരെ ഓരോ കഥാപാത്രങ്ങളായിട്ട്, കൂടുതലും പള്ളിയുമായിട്ട്, തുമ്പമൺ വലിയ പള്ളി, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രാമാസ് ആണ് ഭാഗമായിട്ട്. കൂടുതൽ 7 തവണ എനിക്ക് തോന്നുന്നു യേശുക്രിസ്തുവായിട്ടാണ് വേഷം കെട്ടിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര അതൊരു തീർച്ചയായിട്ടും ഒരു അനുഭവം തന്നെയല്ലേ, ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണും. അങ്ങനെ വേഷം കെട്ടി നിൽക്കുമ്പോൾ തോന്നാറുണ്ട് എനിക്ക് പവർ ഉണ്ടെന്ന് തോന്നാറുണ്ട്? അങ്ങനെ തോന്നാറില്ല. എനിക്കൊരു ചിരി നടത്തിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ക്രൂശിത രൂപം, അതായത് ഡ്രസ്സില്ല, മറ്റേ നോർമൽ ഒരു മുണ്ട് മാത്രം കൊടുത്ത്. അപ്പം ഇല്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ശരി കള്ളു കുടിച്ചിട്ട് ഒരാള് ഇടയ്ക്ക് അപ്പുറത്തൂടെ വേണമല്ലോ, സ്വാഭാവികം. അപ്പം അയാൾ വന്നിട്ട്, ഞാനിങ്ങനെ അവിടെ ബെഞ്ചിൽ കുത്തിയിരിക്കുക, ചുമ്മാ ഇങ്ങനെ കുത്തിയിരിക്കുക, അടുത്ത് ഇങ്ങനെ ആവും. അപ്പോഴത്തേക്ക് ആള് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്നെ തൊട്ടിട്ട് കുരിശ് വലിച്ചിട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചേ സന്തോഷം, നല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു രൂപത്തിനെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു രസകരമാണെന്ന് എനിക്ക് ഒരു പ്രത്യേക അനുഭവമായിട്ട് തോന്നി. അങ്ങനെ പക്ഷെ എന്ത് പറഞ്ഞു, ഒരു 7 തവണയോളം അത് തന്നെ ചെയ്ത് എനിക്ക് സ്വന്തമായിട്ട് ആ ഒരു വിഗ്ഗും താടിയും എല്ലാം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ എന്തുകൊണ്ടും തീർച്ചയായും പാടാം. ഞാൻ ആ പാട്ടിലങ്ങ് ലയിച്ചിരുന്നു പോയി. താങ്ക് യു. മനോഹരമായ ലിറിക്സും സത്യം മ്യൂസിക്കും, ബ്യൂട്ടിഫുൾ സോങ്. ഇതാര് പാടിയതാണ്? യേശുദാസ് സാർ, ദാസരം പാടിയതാണ്. സംശയമുണ്ടോ? അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി അതിനകത്ത്. ഇതേ കാറ്റഗറിയിലുള്ള ഒരു സോങ് ആണ് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ, ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. ശരിയല്ലേ? അതെ.